സൂചിപ്പിക്കുമ്പോൾ അത് കോഴിക്കോട് പോലെയുള്ള ഇടങ്ങളിലെ കോർപ്പറേഷനിലെ LDFിൻ്റെ തിരിച്ചടികൾക്ക് ഇടയാക്കിയ കാര്യങ്ങൾ, ആശാസമരത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന, ഈ വോട്ടെണ്ണൽ നടക്കുമ്പോഴും ആ സമരം തുടരുന്നു എന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ LDFിനെ സംബന്ധിച്ചിട്ട് കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. പക്ഷേ കണ്ണു തുറപ്പിക്കേണ്ട ആ സമയത്ത് പോലും വന്നിരിക്കുന്ന മറ്റൊരു വിശകലനം നോക്കുക. അത് CPIMൻ്റെ ഭാഗത്ത് നിന്നാണ്. ഡി ബിനോയ്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഇനി പറയാൻ പോകുന്ന വാക്കുകൾ CPIMലെ ഒരു നേതാവ് തൊട്ട് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രീതിയിലുള്ള LDFിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. അത് ആര് പറഞ്ഞു എന്ന് ഡി ബിനോയ്ക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ പറയുന്നു. അതാണ് ഇത്. ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷൻ വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് നൈമിഷിക വികാരത്തെ തുടർന്ന് എതിരായി വോട്ട് ചെയ്തു, നന്ദികേട് കാണിച്ചു. ക്ഷേമ പെൻഷൻ വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് ജനം നൈമിഷിക വികാരത്തെ തുടർന്ന് എതിരായി വോട്ട് ചെയ്തു, നന്ദികേട് കാണിച്ചു. ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തി. ഇതുപോലെ ജനക്ഷേമ പരിപാടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമ്മക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാന്തരം പെൻഷൻ വാങ്ങി ഇഷ്ടം പോലെ തിന്നിട്ട് നേരെ എതിരെ വോട്ട് ചെയ്താൽ അതിൻ്റെ പേര് ഒരുമാതിരി പറപ്പുകേടെന്ന് പറയും. നിങ്ങൾ എനിക്ക് ശാപ്പാടും ചായയും മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ കാണിക്കണ്ടേ? ഈ ബിനോയ്, ഇതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്താം? ശരിക്കും MM മണിയുടെ വാക്കുകളാണിത്. MM മണി പോലുള്ള ഒരു MLA ഒരിക്കൽ പോലും പറയാൻ പാടില്ല. കാരണം സാധാരണക്കാരായ ആളുകൾക്കിടയിൽ നിന്നും ഒപ്പം തന്നെ തൊഴിലാളികൾക്കിടയിൽ നിന്നും കർഷക തൊഴിലാളികളുടെ ഇടയിൽ നിന്നുമൊക്കെ വളർന്നു വന്ന MM മണിയെ പോലുള്ള ആള്, ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ. ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPIMോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരോ അല്ല ഇത് ഈ പറയുന്ന ക്ഷേമ പെൻഷനും മറ്റ് സഹായങ്ങളും സംസ്ഥാനത്തെ ആളുകൾക്ക് നൽകുന്നത്. അതെല്ലാം നൽകുന്നത് നമ്മൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നും കിട്ടുന്ന ആ വിഹിതം ഉപയോഗിച്ചാണ് സാധാരണക്കാരൻ്റെ അവൻ്റെ ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകുന്നത്. ഇത് ഉചിതമായ സമയത്തല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ ഇടുക്കിയിൽ ഉണ്ടായ കനത്ത പരാജയം കാരണം തെക്കൻ ജില്ലകളിൽ വലിയ തരത്തിൽ അടിപതറിയ ജില്ലകളിലൊന്ന് ഇടുക്കിയും പത്തനംതിട്ടയും കൊല്ലവുമാണ്. ഈ 3 ജില്ലകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ പരാജയത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ MM മണിക്കുണ്ടായ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ടായ ഒരു വിഭ്രാന്തിയുടെ ഭാഗമായി പുറത്തേക്ക് വന്ന വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കൽ പോലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഇത്തരം വാക്കുകളെ ഉപയോഗിക്കാൻ പാടില്ല. എത്ര രോഷമുണ്ടായാൽ പോലും തന്നെ ഇത് MM മണി എന്ന് പറയുന്ന MLAയുടെ പോക്കറ്റിൽ നിന്നല്ല ഈ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളോ ചെയ്തു കൊടുക്കുന്നത്. അതിന് കൃത്യമായി എഴുതി വെക്കപ്പെട്ട ലിഖിത രേഖകളുണ്ട്. ആ രേഖകൾ അനുസരിച്ച് ഓരോരോ സർക്കാരുകളും അധികാരത്തിൽ വരുമ്പോൾ അവർ തയ്യാറാക്കപ്പെടുന്ന അധികാരത്തിനും തെരഞ്ഞെടുപ്പിനും മുമ്പിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വലിയ തരത്തിലുള്ള ലഘുലേഖകളുണ്ട്. ആ ലഘുലേഖകൾ എഴുതി വെക്കപ്പെട്ടതനുസരിച്ചാണ് സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതും പെൻഷൻ നൽകുന്നതും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുന്നതുമെല്ലാം. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും വ്യക്തിപരമായി ഒരു നേതാവും ചെയ്യുന്നില്ല. അപ്പോൾ ആ നേതാവ് ചെയ്യുന്നത് എന്താണോ അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അയാളുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് എത്ര കരം സഹായകരമാകും. അങ്ങനെ സഹായകരമാകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്നൊരു സ്നേഹം, ഒരു ആത്മബന്ധം, അതാണ് പലപ്പോഴും വോട്ടായി മാറുന്നത്. ഇവിടെ ജനം ഈ ക്ഷേമ പെൻഷനിൽ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകിയിട്ട് നന്ദികേട് കാണിച്ചു എന്നും പറയേണ്ട കാര്യമില്ല. സംസ്ഥാനത്ത് ഒന്നടങ്കം ഇത്തരത്തിൽ ഉണ്ടായ ഒരു പൊതുവായ ജനകീയ വികാരത്തിൽപ്പെട്ട ആടി ഉലഞ്ഞുപോയ ഒരു രീതി, അത് LDFിന് ആ ആടി ഉലച്ചിൽ വലിയ തരത്തിൽ ദോഷം ചെയ്തു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി LDF കൺവീനർ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, പരാജയ കാര്യം എന്താണെന്ന് നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്